ഹായ് ഷിമുഡീസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുഹബത്ത് കാ സർബത്താണ്. അപ്പോൾ നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ ആണ് ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് തണ്ണിമത്തങ്ങ വേണം, അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. നല്ല രീതിക്ക് അരിഞ്ഞെടുത്തിട്ട് അത് നല്ല രീതിക്ക് നമുക്ക് എത്ര ആവശ്യമുണ്ടോ അതെല്ലാം അത്രയും നമ്മൾ അരിഞ്ഞെടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാര, കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ നല്ല രീതിക്ക് മധുരം വേണമല്ലോ. മാത്രമല്ല ഇപ്പോഴത്തെ ചൂടൊട്ടും നമുക്ക് സഹിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് പഞ്ചസാരയും ഇട്ട് കുറച്ച് പാലും ഒഴിച്ചിട്ട് നല്ല രീതിക്ക് നമുക്ക് പാലൊഴിക്കണം. പാലൊഴിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ തിളപ്പിച്ചത് ഫ്രിഡ്ജ് വെച്ചിട്ട് അടുത്ത ദിവസം എടുത്തിട്ട് അങ്ങനെ വേണമെങ്കിലും ഈ പാലൊഴിക്കാം, അല്ലെങ്കിൽ അല്ലാതാണെങ്കിലും ഒഴിച്ചാൽ കുഴപ്പമില്ല. പാലും ഒഴിച്ച് നല്ല രീതിക്ക് ഈ തണ്ണിമത്തയ്ക്ക നല്ല രീതിക്ക് ഉടച്ചെടുക്കണം. ഇതൊന്ന് ഉടച്ചെടുക്കണം. അതിൻ്റെ അകത്തുനിന്നും അതും നല്ല രീതിക്ക് ഉടങ്ങിയിരിക്കണം. അപ്പോൾ അതിൻ്റെ അകത്തുനിന്നും നീരിറങ്ങുമ്പോഴത്തേക്ക് അതും ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിക്ക് അത് പതുക്കെ ഇളക്കി നല്ല രീതിക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ നമുക്ക് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ വേണമെങ്കിൽ പഞ്ചസാര കുറച്ചും മിൽക്ക് മെയ്ഡ് കൂടുതലും ഒഴിക്കുക, അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് കുറച്ച് പഞ്ചസാര കൂടുതൽ, അത് നിങ്ങളുടെ ടേസ്റ്റിൻ്റെ രീതിയിൽ. ഇതിപ്പോൾ കൂടുതൽ പഞ്ചസാര ഇടുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് കൂടുതൽ മിൽക്ക് മെയ്ഡ് ഇടുന്നതായിരിക്കും ഒന്നുകൂടെ. പിന്നെ റോസ് സിറപ്പ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. വീട്ടിലുള്ളവർ റോസ് സിറപ്പ് ഒഴിക്കുക, കാരണം ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. മുഹബത്ത് കാ സർബത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ റോസ് സിറപ്പ് ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിക്കുക, ഇല്ലെങ്കിൽ ഒഴിക്കണ്ട. അതും കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. നല്ല രീതിക്ക് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ചുകൂടെ തണ്ണിമത്തങ്ങ ഇനിയും ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ തണ്ണിമത്തങ്ങ ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ കസ്കസ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് ഇതുപോലെ പൊങ്ങി വരും. അതും കസ്കസും അതിൻ്റെ അകത്തോട്ടിട്ട് നല്ല രീതിക്ക് ഇളക്കുക. കസ്കസ് നമുക്ക് ശരീരത്തിനൊരു തണുപ്പൊക്കെ തരും. കസ്കസും കൂടെ ഇടുക. എന്നിട്ട് അത് നല്ല രീതിക്ക് ഒഴിച്ചിട്ട് അത് സെർവ് ചെയ്യുക. ഒരു ബൗളിലോ ഒരു കപ്പിലോ എന്തെങ്കിലും. ഞങ്ങളൊരു കപ്പിലാണ് എല്ലാവർക്കും ഒഴിച്ച് മാറ്റി വെച്ചത്. എന്നിട്ട് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ഈ ചൂട് സമയത്ത് നല്ലൊരു ഡ്രിങ്കാണ്. തണ്ണിമത്തങ്ങ എല്ലായിടത്തും കിട്ടാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മേടിച്ചാൽ നല്ല രീതിക്ക് ഈ ചൂട് സമയത്ത് നമ്മുടെ ശരീരമൊക്കെ തണുപ്പിക്കാനായിട്ട് ഇത് കുടിക്കാവുന്നതാണ്. എന്നിട്ട് ഞങ്ങൾക്ക് 3 പേർക്കും എടുത്ത് 3-4 ഗ്ലാസ്സിലെടുത്ത് അത് ഞങ്ങൾ പിന്നെ അതിൻ്റെ കുറച്ച് ഫോട്ടോസ് എനിക്കിനിയിപ്പോൾ കാണാം. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ. ഇനി എന്താണ് ഉണ്ടാക്കേണ്ടത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.